മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ഒരുവിധം എല്ലാ സിനിമകളും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. ഭൂരിഭാഗം സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ്. എന്നാൽ ചിത്രീകരണം തുടങ്ങി ഏകദേശം ഒരു 50% ചിത്രീകരിച്ചിട്ടും നിന്നുപോയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഒരു സിനിമയുണ്ട്. അതേതാണെന്നറിയും? പൂച്ചക്കുരു മൂക്കുത്തി മുതൽ പ്രിയദർശൻ ചെയ്ത സിനിമകളിൽ മിക്ക സിനിമകളിലും നായകൻ മോഹൻലാൽ തന്നെയായിരുന്നു. ഇതിൽ 1-2 സിനിമകൾ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് മണിയമ്പിള്ള രാജുവിനെ നായകനാക്കിയിട്ട് പ്രിയദർശൻ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയെ വെച്ചിട്ട് രാഘുവിൽ രാധസദസ് പോലത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, മുത്തശ്ശി കഥ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ഏകദേശം പ്രിയദർശന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹിറ്റായിരുന്നു. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു അക്കാലത്തെ ഒരു വിജയമായിരുന്നു ചിത്രം കഴിഞ്ഞ് വന്ദനം ശരിക്കും തിയേറ്ററിലൊന്നും അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു ഭയങ്കര ഇനീഷ്യൽ ഫുള്ള് കിട്ടിയൊരു സിനിമയൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു കൂട്ടുകെട്ട്, അതായത് വന്ദനത്തിലെ നായിക ഗിരിജ, മോഹൻലാൽ, ഇവരെ വെച്ച് പ്രിയദർശൻ ഒരു സിനിമ അന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് ആക്ച്വലി വന്ദനത്തിന് മുമ്പ് പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ 88-ല്, വന്ദനം 89-ലെ ഓണത്തിനാണ് ഇറങ്ങി. 88 ഓണത്തിന് ഇറങ്ങിയ സിനിമയായിരുന്നു ആര്യന്റെ റൈറ്റർ ടി ദാമോദരനായിരുന്നു. അപ്പൊ പ്രിയദർശൻ ദാമോദരൻ മാഷ് കൂട്ടുകെട്ടിൽ തന്നെ മോഹൻലാലിനെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു. ആ സിനിമയുടെ പേരായിരുന്നു ധനുഷ്കോടി. ഇതില് സിംഗപ്പൂർ ജോലി തേടി സിംഗപ്പൂർ എത്തുന്ന മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ സിംഗപ്പൂരിൽ ജോലിയൊക്കെ അവിടെ അധികം ശരിയാവാതെ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് തിരിച്ച് ശ്രീലങ്കയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ശ്രീലങ്കയിലെത്തി ശ്രീലങ്കയിൽ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയം. അവിടെ ഈ ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥൻ എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ പേര്, സിദ്ധുവിന് 2-3 സുഹൃത്തുക്കളെ ലഭിക്കുന്നു. അങ്ങനെ വേറെ കുറച്ച് തമിഴന്മാരായ 2-3 സുഹൃത്തുക്കളെ ലഭിച്ചിട്ട് അവരുമായിട്ട് സൗഹൃദത്തിൽ ഉണ്ടാവുകയും പിന്നീട് അവിടെ കുറെ കള്ളക്കെടുത്ത്, മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു മലയാളിയായ ഒരു കഥാപാത്രത്തിനെ പരിചയപ്പെടുന്നു. ഇങ്ങനെ പോകുന്ന ഒരു കഥയാണ്. ആക്ച്വലി ഇതിന്റെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും അന്നത്തെ വെള്ളി നക്ഷത്രം, അതേപോലെ തന്നെ വേറെ ഞാനെ പോലത്തെ മാഗസൈൻസിലൊക്കെ ഇതിനെ കുറിച്ചുള്ള കുറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. കാരണം ആ ഒരു സിനിമയുടെ കഥ മുഴുവനും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കഥയിലേക്ക് കിടക്കുന്നതിൽ ഒരു ബേസിക് പ്ലോട്ട് എങ്ങനെയാണ്, സിംഗപ്പൂരിൽ നിന്ന് ശ്രീലങ്കയിൽ വരികയും ശ്രീലങ്കൻ തമിഴ് പുലി പ്രശ്നങ്ങളും അവിടെ കുറെ മയക്കുമരുന്ന് കടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇവര് ശ്രീലങ്കയിൽ നിന്ന് ഈ ചെറുപ്പക്കാരെല്ലാവരും കൂടി രാമേശ്വരത്ത് എത്തുന്നതും രാമേശ്വരത്ത് ധനുഷ്കോടിയിൽ എത്തുന്നതും അങ്ങനെയുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇത് കൂടാതെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ 50% ഷൂട്ട് ചെയ്തിട്ട് മുടങ്ങിപ്പോയ സിനിമയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാതെ പോയ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ചർച്ചകൾ വന്നിരുന്നു. അപ്പൊ അതിലെ കഥയും ഈ വെള്ളി നക്ഷത്രത്തിൽ വായിച്ച കഥയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സത്യം ഏതാന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിലെ വേറൊരു കഥ വായിച്ചത് ഈ പറയുന്ന നായകനായ ചെറുപ്പക്കാരൻ മോഹൻലാല് ചെയ്യുന്ന സിദ്ധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. മോഹൻലാല് ശ്രീലങ്കയിൽ എത്തിയ ശേഷം പരിചയപ്പെടുന്ന 2 ചെറുപ്പക്കാർ, രഘുവരനും കക്കരവിയും. അന്ന് നമുക്കറിയാം തമിഴിലും മലയാളത്തിലൊക്കെ അത്യാവശ്യം രണ്ട് ഭാഷകളിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്ത നടന്മാരാണ് രഘുവരനും കക്കരവിയൊക്കെ. അപ്പൊ ഇവരൊക്കെ തുടക്കകാലത്ത് നായകന്മാരായിട്ട്, രഘുവരൻ അതിന് ശേഷമാണ് വ്യൂഹം എന്ന് പറയുന്ന സംഗീത് ശിവന്റെ സിനിമയിലൊക്കെ ചെയ്തത്. 2 നല്ല എന്താ പറയാ വില്ലനായിട്ടും ക്യാരക്ടർ റോളുകളൊക്കെ തിളങ്ങുന്ന 2 നടന്മാരാണ്. ഇവർ 2 പേരാണ് ഇതിലെ മോഹൻലാലിന് ശ്രീലങ്കയിൽ നിന്ന് ലഭിക്കുന്ന 2 സുഹൃത്തുക്കള്. പിന്നെ ഒരു പാവത്താനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ശ്രീനിവാസൻ. അതില് അന്നത്തെ ആ ഒരു സ്റ്റില്ല്, ആ മാഗസീനിൽ വന്ന സ്റ്റില്ലിൽ ഒരു വഞ്ചിയിൽ പോകുന്നതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ശ്രീനിവാസൻ ഒരു പാവത്താനായിട്ടുള്ള ക്യാരക്ടറും, വഞ്ചിയിൽ മോഹൻലാലിന്റെ കൂടെ രഘുവരൻ ഇരിക്കുന്നു, ഇതൊക്കെയാണ് അന്ന്. പിന്നെ നായികയായിട്ട് ഈ വന്ദനത്തിൽ വന്ന ഗിരിജ എന്ന് പറയുന്ന ഒരു മലയാളിയല്ല, ഒരു പുറത്തുള്ള ആർട്ടിസ്റ്റാണ്, അവരാണ് അതിലെ നായികയായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വിൻസെന്റ്, കുതിരവട്ടം പപ്പു, ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ആ സിനിമയിൽ അന്നുണ്ടായിരുന്നു. ഇത് ഷൂട്ടൊക്കെ തുടങ്ങി അത്യാവശ്യം അന്നത്തെ മലയാള സിനിമയിൽ, ശരിക്കും പറഞ്ഞാൽ അന്ന് മലയാള സിനിമയിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ 1921 എന്ന് പറയുന്നത്. അത് ഏകദേശം 1.5 കോടി രൂപയ്ക്കാണ് ആ സിനിമ 88-ൽ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പ്ലാൻ ഇട്ട സിനിമയായിരുന്നു അത്. ഇതില് മറ്റൊരു കഥ കേട്ടത്, ഞാനതാ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പിന്നീട് ചർച്ചകൾ വന്നത്, ഇതില് ശ്രീനിവാസൻ ഒരു അണ്ടർ കവർ ഏജന്റ് ആണ്. അതായത് ശ്രീനിവാസൻ ഈ ഡ്രഗ് മാഫിയനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വന്നിട്ടുള്ള ഒരു ഓഫീസറാണ്. അങ്ങനെ രഘുവരൻ എന്ന് പറയുന്ന ഡ്രഗ്സിന്റെ ഒരു ഡീലറെ, അയാളുടെ
ഫോളോ ചെയ്ത് സഞ്ചരിക്കുകയും പിന്നീട് ശ്രീനിവാസൻ കണ്ടുപിടിക്കുന്ന ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ മോഹൻലാലാണ് ഈ പറയുന്ന കഥാപാത്രം, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയും കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ഈ രണ്ട് കഥകളും കൂടി കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശരിക്കും ആ സിനിമ അന്ന് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ശ്രീനിവാസനും നമ്മൾ അങ്ങനത്തെ റോളുകൾ കണ്ടിട്ടില്ല. പിന്നെ ദാമോദര മാഷൻ നമുക്കറിയാം നല്ല ഹെവി ആയിട്ടുള്ള സബ്ജക്ട്സ്, പൊളിറ്റിക്സും അതുപോലെ തന്നെ ഈ തൊഴിലാളി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ അന്ന് എഴുതിയിരുന്ന ഒരാളായിരുന്നു. അന്ന് അധികം പേരൊന്നും അങ്ങനെ എഴുതുന്നില്ല. പിന്നീടാണ് രഞ്ജി പണിക്കരെ പോലുള്ളവരൊക്കെ വന്നത്. അപ്പൊ ഈ സിനിമ ശരിക്ക് അന്ന് എന്തുകൊണ്ട് അത് പ്രൊഡക്ഷന്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നത്. കാരണം ബഡ്ജറ്റ് വളരെയധികം കൂടി പോയതുകൊണ്ടായിരിക്കാം ആ സിനിമ ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പിന്നീട് പ്രിയദർശൻ മോഹൻലാലിനെ വെച്ച് നമുക്കറിയാം ഒരുപാട് സിനിമകൾ ചെയ്തു. കിലുക്കം, അഭിമന്യു, തേന്മാവിലി കൊമ്പത്ത്, അങ്ങനെ ഒരുപാട് സിനിമകൾ, കുഞ്ഞാലി മരക്കാർ വരെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഈ മുടങ്ങിപ്പോയ ധനുഷ് കോടി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അമൽ നീരദ് അത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഏതായാലും പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരുപാടെണ്ണം ഉണ്ടാവും. അത് നമ്മളോട് ഷെയർ ചെയ്യുക. ഈ ധനുഷ് കോടി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് നിങ്ങൾ അന്നത്തെ മാഗസീൻസിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ നമ്മളോട് ഷെയർ ചെയ്യാം.